ഹായ് ഡിയേഴ്സ്, ഒരു സിമ്പിൾ ചുരിദാറാണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് ഞാൻ ഈ തുണികളൊക്കെ ഒന്ന് സ്ഥിരയിട്ട് കൊടുക്കുന്നുണ്ട്. ചുളിവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അളവ് കറക്റ്റ് ആവില്ല. അപ്പോൾ ഓക്കെ, സ്ഥിരമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ നോക്കാം. തുണി 4ആയിട്ട് മടക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ലൈനിങ് പീസിലാണ് ഫസ്റ്റ് നമ്മൾ അളവെടുത്തുകൊണ്ട് വെട്ടുന്നത്. ആദ്യം നമുക്ക് ജോയിൻ്റൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കറക്റ്റ് ഒരു ലൈൻ ചെയ്ത് കൊടുക്കാം. ഇത് അളവ് തെറ്റിപ്പോവാതിരിക്കാനാണ്. ഇനി ഞാനിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിൻ ചെയ്ത് കൊടുത്താൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. ലൈനിങ് പീസ് ആവുമ്പോൾ നമുക്ക് സാധാ ലെങ്ത്തിനേക്കാളും ഒരു 2-3 ഇഞ്ച് കുറച്ച് കൊടുത്താൽ മതി ലൈനിങ്ങിൽ. കാരണം അത് ഉള്ളിൽ പോവുകയാണ്. പിന്നെ മടക്കി തയ്ക്കുമ്പോൾ അതും പോകും. അപ്പോൾ നമുക്കൊരു 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ കുറച്ചുകാണ്ട് നമ്മളെ ഫുൾ ലെങ്ത്തിൽ നിന്ന് 3 ഇഞ്ചോ 4 ഇഞ്ചോ ഒക്കെ കുറച്ചുകാണ്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ ഞാനിവിടെ 7.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 7.5 ഇഞ്ച് ആം ഹോളിൻ്റെ അവിടേക്കും താഴോട്ടും 7.5 ഇഞ്ച് തന്നെയാണ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഒരു സാധാ ഒരാൾക്ക് 7 ഇഞ്ച്, വലിയ തടിയില്ലാത്തവർക്ക് 6.5-7 ഇഞ്ച്, കുറച്ചധികം തടിയുള്ള ആളുകൾ, കുറച്ച് ഇവിടെ പുറം വീതിയൊക്കെ ഉള്ള ആളുകളാണെന്ന് വെച്ചെങ്കിൽ 7.5-8, അതിൽ കൂടുതലൊന്നും ഒരാൾക്കും വേണ്ടി വരില്ല. 8ഒക്കെ മാക്സിമം ആണ് കേട്ടോ, അത്രയൊക്കെ മതിയാവും. പിന്നെ 7.5 ഇഞ്ച് തന്നെയാണ് താഴെ ഞാൻ ആം ഹോളിൻ്റെ അവിടേക്ക് താഴോട്ടും കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് കയ്യിന് വേണ്ടിയിട്ട് കുഴിച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യണത്. ഇതൊന്ന് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ സ്ലോലി കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ബിഗിനേഴ്സിനൊക്കെ ഉപകാരപ്പെടും കേട്ടോ. പിന്നെ അല്ലാത്തവർക്ക് ഇത് വേണമെങ്കിലൊന്ന് അടിച്ചു വിടുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തു. ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ബോഡി മെഷർമെൻ്റ് ആണെങ്കിൽ അതിലോട്ട് 4 ഇഞ്ച് കൂട്ടി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട്, അല്ലാത്തത് അതിൻ്റെ പകുതി എടുത്തിട്ട് അതിലോട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ആം ഹോൾ കേവ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഞാനിതൊരു ചുരിദാറിൽ നിന്ന് അളവെടുത്ത് കണ്ടാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാനിതിലോട്ട് ഒന്നും ആഡ് ചെയ്യാതെ അതിൻ്റെ അതേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണത്. പിന്നെ നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഷേപ്പിൻ്റെ ലെങ്ത്തിൽ എത്ര ലെങ്ത്തിലാണോ നമുക്ക് ഷേപ്പ് കിട്ടേണ്ടത് ആ ഒരു ലെങ്ത്തിൽ ഷേപ്പിൻ്റെ വിടുത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 19 ഇഞ്ചായിരുന്നു നമ്മുടെ ഷേപ്പിൻ്റെ വിടുത്ത്. അപ്പോൾ നമുക്ക് 9.5 ഇഞ്ച് + 1.5. ഓക്കെ, ഇനി നമുക്ക് ഹിപ്പ് എടുക്കണം. ഹിപ്പിൻ്റെ ഓപ്പൺ ലെങ്ത്ത്, ഓപ്പണിൻ്റെ വിടുത്ത് അത്രയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഓപ്പണിൻ്റെ ലെങ്ത്ത് 12.5 ഇഞ്ചിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 13 ഇഞ്ചിൽ അടയാളപ്പെടുത്തണം. 1/2 ഇഞ്ച് നമ്മുടെ ആ ആംഹോളിൻ്റെ അവിടെ പോകും. അപ്പോൾ 13 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തി കൊടുത്ത് വിടുത്ത് നമുക്ക് നോക്കാം. വിടുത്ത് എത്രയാണ് വേണ്ടത് ആ വിടുത്തിൻ്റെ പകുതി നമ്മൾ എടുത്തിട്ട് അതിലോട്ട് 1.5 ഇഞ്ച് കൊടുക്കുക കേട്ടോ. ഇത് ഞാനൊരു ചുരിദാറിൽ നിന്നാണ് അളവെടുത്തിട്ടുള്ളത്. ചുരിദാറിൽ നിന്ന് അളവെടുക്കുമ്പോൾ നമുക്കതിൻ്റെ പകുതി കൊടുത്താൽ മതി. എങ്ങനെയാണ് ഒരു ചുരിദാറിൽ നിന്ന് അളവെടുക്കുക എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ താഴെ നമുക്ക് എത്രയാണോ വേണ്ടത് അതും കൂടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരച്ചതൊക്കെ ഒന്ന് ജോയിൻ്റ് ആക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ. കറക്റ്റ് വരച്ചിട്ട് ഇങ്ങനെ ഒരു സ്കെയിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതൊരു തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് ഇങ്ങനെ പല സ്കെയിലുകളും പല ടൂൾസുകളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങി വെച്ചാൽ നമ്മുടെ ടൈം കുറേ അധികം ഉപകാരപ്പെടും. കുറേശ്ശെ നമുക്ക് ഓരോന്നതിന് കേട്ടോ. ഫസ്റ്റിൽ തന്നെ നമ്മളെല്ലാം വാങ്ങണ്ട. പിന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്ക് അടിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് കുറേശ്ശെ വാങ്ങിക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് ഈ വരച്ച വരയിലൂടെ തന്നെ കട്ട് ചെയ്ത് പോവാം കേട്ടോ. ബാക്കിലെ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണേ. 3.5 ഇഞ്ച് വിടുത്തും 4.5 ഇഞ്ച് ലെങ്ത്തുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വൈഡായിട്ട് നിൽക്കണമെങ്കിൽ 3.5 എടുക്കുക. ഇനി വൈഡ് വേണ്ട, നമുക്കൊരു നോർമൽ ലെങ്ത്ത് വിടുത്ത് മതിയെന്നെങ്കിൽ 3 ഇഞ്ച് കൊടുത്താൽ മതി, ധാരാളമാണ്. ഇത് കുറച്ച് വൈഡായിട്ട് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് എന്താണോ താല്പര്യം അതുപോലെ അടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് 3 ഇഞ്ച് എടുക്കാം, 2.5 ഇഞ്ചിലും നമുക്ക് എടുക്കാം കേട്ടോ. അതുപോലെ ലെങ്ത്ത് 3 ഇഞ്ച്, 2.5 ഇഞ്ച്, 2 ഇഞ്ച് ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അധികം താഴ്ന്നിരിക്കണം എന്നുള്ളവർക്ക് മാത്രം 4-4.5 ഇഞ്ച് എടുക്കാം കേട്ടോ. ഇതൊരു ചേച്ചിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് 4-4.5 ഇഞ്ചെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും എടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത്ത് 15.5 പക്ഷെ അത് അത്രയും ഇല്ല. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് വെട്ടണം. എന്നിട്ട് സാധാ ക്ലോത്തിൽ വെക്കുമ്പോൾ അവൻ ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ലെങ്ത്ത് നോക്കി പിന്നെ കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് എത്രയാണോ താഴ്ത്തി വെക്കേണ്ടത് അത് നോക്കി. അപ്പോൾ എനിക്ക് 3.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് 3.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തി. പിന്നെ നമുക്ക് അതിൻ്റെ വിഡ്ത്ത് അറിയണമെങ്കിൽ ചെസ്റ്റ് ബൈ 4 അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു ഇതുണ്ടെന്ന് വെച്ചെങ്കിൽ ആം ഹോൾ കർവിൻ്റെ ഇതുണ്ടെന്ന് വെച്ചെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സ്ലീവിന് നമുക്ക് എന്ത് ചെയ്യുക അങ്ങനെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അതില്ലാത്തവരിങ്ങനെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുത്താൽ മതി, ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. ഇതൊക്കെ നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് വാങ്ങി വെക്കുന്നതാണ് കേട്ടോ. ഇത് വേണമെന്നൊന്നും ഇല്ല. അപ്പോൾ ലെങ്ത്ത് നമ്മൾ നോക്കി, അതുപോലെ ഇതിനി നമുക്ക് കറക്റ്റാണോ ഉള്ളത് എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റാണ്. പിന്നെ താഴെ നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അത്രയും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. 5.5 ഇഞ്ച് ശരിക്കും വേണ്ടു. അപ്പോൾ ഞാൻ 7 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരച്ച ഭാഗം ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് കാണാം. അതിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫ്രണ്ട് വശത്ത് നമുക്ക് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈനിങ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈനിങ്ങിൽ നിന്ന് നല്ല തുണിയിലോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം, കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലൈനിങ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ അങ്ങനെ വെട്ടി കൊടുത്താൽ മതി. ഇനി ഈസിയാണ്, നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാൻ മാത്രമുള്ള പ്രശ്നമുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല തുണിയിൽ ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേ അളവിൽ തന്നെ അങ്ങോട്ട് വെട്ടിപ്പോയാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ലെങ്ത്ത് നമ്മൾ ലൈനിങ് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അത് ഫുള്ള് ലെങ്ത്ത് നമുക്ക് നമ്മുടെ ഈ ഇതിൽ നിന്ന് ബിറ്റിന്ന് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം, അതുപോലെ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യണം. പിന്നെ സ്ലീവ് നമുക്ക് ലൈനിങ്ങിൽ അതിൻ്റെ വലിപ്പം തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാണ് ഇപ്പോൾ അളന്നത്. ഇനി ഒന്നുമില്ല, അതേപോലെ അതിൻ്റെ മേലെ വെച്ച് കണ്ടത് കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്യുക. സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയിട്ടോ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പർ മടക്കി വെച്ചിട്ടുണ്ട്. 3.5 ഇഞ്ച് വിഡ്ത്തും 6.5 ഇഞ്ച് ലെങ്ത്തും റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 ആയിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു.